ഇന്നലെ മുതൽ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത് തന്നൊരു വീഡിയോ ആണ് അനന്തു സുജിത്തിൻ്റെ ഹനാൻഷ പെപ്പെ എൻ്റെ കാസറ്റ് ഹക്കീം സെറ്റിൽമെൻറ്റ്. ഈ ഒരു വിഷയം എനിക്ക് കുറച്ച് കാലമായിട്ട് അറിയുന്ന വിഷയമാണ്. ഇതിൽ ഇൻവോൾവ് ആയ പലരുമായിട്ടും ഞാൻ പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട്. ഈ വിക്ടിം ആരാണോ പെപ്പയ്ക്കെതിരെ ഈ ഒരു അലിഗേഷൻ ഉന്നയിച്ച ഈ വിക്ടിമിനോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എനിക്കിതിൽ ഹനാൻ പറഞ്ഞ കാര്യങ്ങൾ പുറത്ത് പറയാനുണ്ട്, ഈ വിക്ടിം എന്നോട് സംസാരിച്ച കാര്യങ്ങൾ എനിക്ക് പുറത്ത് പറയാനുണ്ട്, ഹക്കീം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് പുറത്ത് പറയാനുണ്ട്, അനന്തു സുജിത്ത് ഡ്രേക്ക് പറഞ്ഞ കാര്യങ്ങളും എനിക്ക് പുറത്ത് പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വിഷയങ്ങളുടെ തുടക്കത്തിലേക്ക് ഞാൻ ഇൻവോൾവ് ആവുന്നത് ഹക്കീമിൻ്റെ എൻ്റെ കാസറ്റ് എന്ന് പറഞ്ഞ പേജിൽ വന്ന പെപ്പയ്ക്കെതിരെയുള്ള സ്ക്രീൻഷോട്ടുകൾ സ്റ്റോറിയായി വന്ന ആ ഒരു കോണ്ടന്റിലാണ്. ഒരു ദിവസം മൊത്തം രാവിലെ മുതൽ ഇത് വന്ന് ഭയങ്കര സീനായി, സോഷ്യൽ മീഡിയ മൊത്തം ഇത് ചർച്ചയായി. ഞാൻ രാത്രിയാണ് വീഡിയോ ചെയ്യുന്നത്. വൈ? ബിക്കോസ് ഹക്കീമിനോട് ഞാൻ ചോദിച്ചിരുന്നു, FIR ഉണ്ടോ, ഇതിൽ FIR വീണിട്ടുണ്ടോ? ഹക്കീം കേസിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്, ആ ലേഡി FIR വീഴും എന്നുള്ള വേർഷനാണ് എന്നോട് പറഞ്ഞത്. ഒരു മെയിൻ സ്ട്രീം ന്യൂസ് ചാനൽസും അന്ന് ഈ വിഷയം ഏറ്റെടുത്തിട്ടില്ല. വൈ? ബിക്കോസ് ആ വിഷയത്തിലൊരു FIR ഉണ്ടായിരുന്നില്ല. ഒരു പീഡന പരാതിയാണ്. ഒരു FIR കൊടുത്തുടർന്നത് കേസാക്കണം. അന്ന് അവിടെ പരാതി പോയി എന്നല്ലാതെ കേസ് ആയില്ല, FIR വീണില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയത്തിൽ സംസാരിച്ച സമയത്ത് വളരെ ക്ലിയർ കട്ടായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അന്നത്തെ വീഡിയോൻ്റെ ഒരു പോർഷൻ ഞാൻ വയ്ക്കാം. ഇവിടെ നിന്നൊക്കെയാണ് ഞാൻ ഇതിൽ ഇൻവോൾവ് ആയി തുടങ്ങുന്നത്. ഇതിനകത്തൊരു ക്ലാരിറ്റി, ഇത്രയും വലിയൊരു അലിഗേഷൻ, ഓക്കെ, ഇതൊരു അലിഗേഷനാണ്. ഇവിടെ പലരും ഇന്ന് വീഡിയോ ചെയ്ത് പറയുന്നത് കണ്ടു, കേസാണ് ഇത് വലിയ കേസാണ്, ഇത് പെപ്പയ്ക്കെതിരെ റേപ്പ് കേസായി എന്നൊക്കെ പറഞ്ഞു. രണ്ട് ചേച്ചിമാരിരുന്ന് സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളും കണ്ടോ? സിനിമാ മേഖലയെ കുലുക്കിക്കൊണ്ട് അടുത്ത ഒരു ആരോപണം വന്നിരിക്കുകയാണ്. ഇത് വെറും ആരോപണമല്ല, പെൺകുട്ടി പരാതി നൽകിയിരിക്കുകയാണ്. പരാതി വന്നിരിക്കുന്നത് ആന്റണി വർഗീസ് പെപ്പയുടെ പേരിലാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെയും അങ്ങനെ ആ വൻമരവും വീഴുകയാണ് എന്ന് പറഞ്ഞിട്ട് കേസ് വന്നിരിക്കുകയാണ്, FIR ആയിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ ഒരു കേസും ഇതൊരു FIR ആണ്, ഇതൊരു റേപ്പ് കേസാണ്, ഇതൊരു FIR ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് 24/7 എല്ലാ സാറ്റലൈറ്റ് ന്യൂസ് ചാനലുകളിലും ഈ സാധനമാണ് ഓടേണ്ടത്. ഇതുവരെ ഓടി ഞാൻ കണ്ടില്ല. ആന്റണി വർഗീസ് പെപ്പെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പ്രധാനമന്ത്രിയുടെ പവറുള്ള ആളൊന്നുമില്ലല്ലോ. ഒരു FIR വീണ് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ന്യൂസ് ചാനൽസും അതെടുത്ത് ന്യൂസ് ആക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ചാനൽ വരും. ഞാൻ ആകെ ഒരു ചാനൽ മാത്രമേ ഇത് ഒരു ന്യൂസ് വാല്യൂ കൊടുത്ത് ചെയ്ത് കണ്ടിട്ടുള്ളൂ. ഇത് FIR ആയി എന്നുള്ളത് ഇവർ എവിടുന്ന് കണ്ടുപിടിച്ച് വന്നു എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. എൻ്റെ അന്വേഷണത്തിൽ ഇത് FIR ആയിട്ടില്ല. ഓക്കെ, കേസ് കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ളൊരു ഇനീഷ്യേറ്റീവിൽ അവരുണ്ട് എന്നുള്ളത് അറിയാമെന്നല്ല, അത് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെ. ഓക്കെ, ഇത് ഞാൻ അന്ന് ചെയ്ത വീഡിയോൻ്റെ ഒരു പോർഷനാണ്. ഇതിന് ഞാൻ വളരെ ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട്, ഇതിൽ FIR എവിടെ, ഇതിലെവിടെ FIR വീണേ? ഇതൊരു അലിഗേഷൻ അല്ലേ? അപ്പം പെപ്പയ്ക്ക് ഇതുപോലൊരു അലിഗേഷൻ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ വരുമ്പോൾ, ഓക്കെ, അതിനകത്ത് പെപ്പയുടെ ചാറ്റ്, അതിനകത്ത് പെപ്പയുടെ സൗണ്ട്, പെപ്പയുടെ ഫോട്ടോ എല്ലാം ഉണ്ട്. ഇവിടെ പല ബിരുദന്മാരും വന്നിരുന്നിട്ട് AI ആണ്, AI എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടുന്ന കാലമാണ്. പെപ്പെ അതിനു പോലും മുതിർന്നില്ല. പെപ്പെ എന്താ ചെയ്തേ? പെപ്പെ മെല്ലെ അതിന് സൈലൻ്റായി ഒഴിഞ്ഞു മാറി ഒരൊറ്റ പോക്ക്. പെപ്പെ ഒരു കേസ് പോലും കൊടുത്തില്ല. നിവിൻ പോളി എന്ന് പറഞ്ഞൊരു വ്യക്തി നമ്മുടെ മുന്നിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ സമയത്ത് അയാൾക്കെതിരെ ഒരു ആരോപണം വന്നപ്പോൾ അയാളത് ചെയ്തിട്ടില്ല, അയാൾ ആ സ്ഥലത്തേ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് സ്ട്രോങ് ആയിട്ട് വന്നിരുന്ന പത്രസമ്മേളനം കൊടുത്ത ഒരു എക്സാമ്പിൾ നമ്മുടെ മുന്നിലുണ്ട്. പെപ്പെ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ, പെപ്പയ്ക്ക് ഈ വിഷയത്തിൽ ഒരു സീനും ഇല്ല, അല്ലെങ്കിൽ ഇത് പെപ്പെ റിലേറ്റഡ് ആയിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്തൊരു സാധനമാണെന്നുണ്ടെങ്കിൽ പെപ്പെ ഡെഫിനറ്റ്ലി കേസിന് പോകണം, അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം നടത്തി ജനങ്ങളോട് പറയണം. ബിക്കോസ് മലയാളത്തിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് യങ് ലീഡിങ് ആക്ടറിൽ ഒരാളാണ് പെപ്പെ. പെപ്പയെ നോക്കി ഇൻവെസ്റ്റ് ചെയ്ത എത്ര സിനിമാക്കാർ, എത്ര പ്രൊഡ്യൂസേഴ്സ്, എത്ര സിനിമകൾ ഇവിടെ ഉണ്ട്. പെപ്പേനെ ഇഷ്ടപ്പെടുന്ന എത്ര ഓഡിയൻസ് ഇവിടെ ഉണ്ട്. പെപ്പെ പക്ഷേ സൈലൻ്റായി. ദാറ്റ് സൈലൻസ് ഇറ്റ് സെൽഫ് അതിലെന്തോ ഉണ്ട് എന്നുള്ളത് എനിക്ക് അന്ന് സംശയമുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പെപ്പെ കേസിന് പോവാത്തത് ഒരു പക്ഷേ ഇതിലും കൂടുതൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വിഷയങ്ങൾ പുറത്തു വരും എന്നുള്ള പേടി കൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരു കോൾ ഔട്ട് വരും, ഒന്നല്ല ഒന്നിൽ തുടർന്ന് അനവധി കേസുകൾ വരും എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കണം. എന്താണെങ്കിലും അന്ന് എൻ്റെ ഒരു സ്റ്റാൻഡ് ഇതായിരുന്നു. ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ വീഡിയോ ക്ലോസ് ചെയ്തു. ലേറ്റർ ഓൺ വിനു വിജയ്, ബിഗ് ബോസിൻ്റെ സമയത്തൊക്കെ ഫെയിമായ PR വിനു എന്നെ
ഈ വിക്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. എനിക്ക് അതുവരെ വിക്റ്റുമായിട്ട് കണക്ഷൻ ഇല്ല, ഞാൻ ഹക്കീമുമായിട്ട് മാത്രം സംസാരിച്ചിരുന്നത്. അപ്പോഴും ഞാൻ ഹക്കീമിനോട് FIR ചോദിച്ചു, എനിക്ക് FIR കിട്ടിയിട്ടില്ല, അതിൽ കേസില്ല എന്നുള്ള ഉറപ്പുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോയിൽ FIR ഇല്ലാത്തൊരു സാധനം പിന്നെ നിങ്ങൾ എങ്ങനെ ചാനലുകൾ എടുക്കുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചത്. ഓക്കെ, അതും ഇവിടുത്തെ മെയിൻ സ്ട്രീം ന്യൂസ് ചാനൽസ് ഒന്നും തൊട്ടിട്ടില്ല. കുറച്ച് യൂട്യൂബ് ചാനൽസ് മാത്രമാണ് ഇതിൽ FIR ഉണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് വന്നത്. ഓക്കെ, എന്താണെങ്കിലും വിനു എന്നെ വിളിക്കുന്നു, ഈ വിക്റ്റിമിനെ കണക്ട് ചെയ്യുന്നു. ഈ വിക്റ്റിമിന് എന്നോട് പറയാനുണ്ടായിരുന്നത്, സായി ബ്രോയുടെ ഫ്രണ്ട് അല്ലേ ഹക്കീം, എൻ്റെ കാസറ്റ് ഈ വിഷയത്തിൽ 25 ലക്ഷം രൂപ വാങ്ങിയെന്ന് പെപ്പയുടെ മാനേജർ തെളിവടക്കം ഈ ലേഡിക്ക് കാണിച്ചു കൊടുത്തു. ഞാൻ അറിഞ്ഞു. അവനത് മേടിച്ചിട്ടുണ്ടോ ഇല്ലേന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവൻ അതിന് ഉത്തരം എന്നോട് പറഞ്ഞില്ല. സായി ബ്രോ അവനോട് ചോദിക്കൂ. ഇതാണ് വിഷയം. ഇതിനാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത്. ഓക്കെ, ഇനി അനന്തു സുജിത്തിന്റെ വീഡിയോ കണ്ടിട്ട് ബാക്കി കാര്യം പറയാം. Meet Hanan Shah, Abdul Hakim and Sharif Mohammed. This video is not a defamation. This video talks about serious allegations such as blackmailing, extortion and hawala money transfers. ആന്റണി വർഗീസ് പെപ്പയുടെ കാട്ടാളൻ എന്ന് പറയുന്ന മൂവി സിനിമ ഷൂട്ടിംഗ് സമയത്താണ് എന്റെ കാസറ്റിന്റെ അടുത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് ആന്റണി വർഗീസ് പെപ്പേനെ കുറിച്ച് കുറച്ച് പേഴ്സണൽ ബുദ്ധിമുട്ടുകൾ പറയുന്നത്. ഈ പേഴ്സണൽ ബുദ്ധിമുട്ട് പറയാൻ വന്ന പെൺകുട്ടിയുടെ അടുത്ത് അബ്ദുൽ ഹക്കീം പറയുന്നു, ഇതൊരു FIR കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു FIR കൊടുക്കാനുള്ള ഡ്രാഫ്റ്റ് ആ പെൺകുട്ടിയുടെ അടുത്ത് കൊടുക്കുകയും ആ പെൺകുട്ടിനെ കൊണ്ട് ഒരു ഇമെയിൽ അയപ്പിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ആ ഇമെയിലും ആ പെൺകുട്ടിയുടെ പരാതിയും വെച്ചിട്ട് ഹക്കീം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇടുന്നു ആന്റണി വർഗീസ് പെപ്പേനെ കുറിച്ചിട്ട്. എന്നിട്ട് ഈ ഇട്ടിരിക്കുന്ന സ്റ്റോറീസും ഇതിന്റെ പേരിൽ കൊടുത്തിട്ടുള്ള കേസുകളും റിമൂവ് ചെയ്യുകയും ഇനി പെപ്പെ എന്ന് പറയുന്ന വ്യക്തിയോട് ഇങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആ പെൺകുട്ടീനെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തിട്ട് 25 ലക്ഷം രൂപയാണ് എന്റെ കാസറ്റ് അഥവാ അബ്ദുൽ ഹക്കീം മേടിച്ചിരിക്കുന്നത്. ഹക്കീം പറയുന്ന പോലെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ പെപ്പയും പിന്നെ ആൾക്കാരുമായിട്ടൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഹക്കീമിന് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു മലയാളത്തിൽ എഴുതി തന്ന നീ ഇതേപോലെ വോയിസ് അയക്കണം, ഞാൻ അതേപോലെ തന്നെ ഇങ്ങനൊരു ഇഷ്യൂസ് ഉണ്ടാവത്തില്ല, ഞാനും എന്താ വിചാരിക്കുന്നത് പൈസ വാങ്ങിക്കത്തില്ല, നമ്മൾ അങ്ങനെ മൈൻഡിൽ പോലും പോകുന്നില്ല ഇങ്ങനൊരു സംഭവം. ഈ ഹക്കീം പറഞ്ഞ ഓക്കെ, അപ്പോൾ ഇതാണ് അനന്തുവിൻ്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ഈ വിഷയത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനന്തു ഇട്ടൊരു പോർഷൻ ഈ പറഞ്ഞ പൈസ മേടിച്ച ഒരു കാര്യത്തിൻ്റെ മുകളിലാണ്, സെറ്റിൽമെൻ്റ് ആക്കിയ കാര്യത്തിൻ്റെ മുകളിലാണ്. പൈസ മേടിച്ചു എന്ന് പറയുന്നത് ഹക്കീമും, കൊടുത്തു എന്ന് പറയുന്നത് ആൻ്റണി പെപ്പയും, ഇടനില നിന്നു എന്ന് പറയുന്നത് ഹനാൻ ഷായാണ്. ഓക്കെ, പക്ഷെ എൻ്റെ ചോദ്യം ഇതല്ല. ഈ കേസിൻ്റെ തുടക്കം എവിടുന്ന? ഈ ലേഡി ഈ ആരോപണമായിട്ട് വന്നതാണ്. ഇതിലെന്തുകൊണ്ട് FIR ഇടുന്നില്ല? ഞാൻ ഈ വിക്റ്റിമായിട്ടുള്ള ലേഡിയെ ഇന്നുകൂടി വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇന്നലെ വിളിച്ചപ്പോഴാണ് അവർ എനിക്കൊരു അക്നോളജ്മെൻറ്റ് പേപ്പർ അയച്ചു തന്നെ അവരുടെ കേസ് ടേക്കപ്പ് ചെയ്തു. രണ്ടാമത്തെ വട്ടം മെയിൽ അയച്ചപ്പോഴാണ് അവർ ടേക്കപ്പ് ചെയ്തു എന്നുള്ളത് DGP ലെറ്റർ എങ്ങാണ്ട് ഈ ലേഡിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്രയും കാലമായിട്ട് ഈ വിക്റ്റിം സ്ട്രോങ് ആയിട്ട് ഇതിൻ്റെ പിന്നാലെ പോയില്ല എന്നുള്ളത് വിക്റ്റിമിൻ്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയ വിഷയമാണ്. കേസ് എടുത്തില്ല എന്നുള്ളത് ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ്. ഒരു സ്ത്രീ വന്ന് ഇനീഷ്യലി അവരുടെ കയ്യിൽ തെളിവുകളുണ്ടെങ്കിൽ, അവർ പറയുന്ന കാര്യത്തിൽ പ്രൈമ ഫേസിൽ ഇൻവെസ്റ്റിഗേഷൻ ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് ഇവിടെ FIR ഇടണ്ടേ? എന്തുകൊണ്ട് 2 പ്രാവശ്യം വന്ന ഈ പറഞ്ഞ ഡ്രാഫ്റ്റിൽ, കംപ്ലയിൻറ്റ് ഡ്രാഫ്റ്റിൽ ഇവരിത് കേസാക്കിയില്ല? ഇപ്പോൾ 2 ദിവസം മുമ്പ് ഇത് അന്വേഷിക്കാം എന്നുള്ളൊരു അക്നോളജ്മെൻറ്റ് തിരിച്ച് ലേഡിക്ക് കൊടുത്തു. ഇത്രയും കഴിഞ്ഞിട്ടാ, ഇത്രയും സംസാരം സോഷ്യൽ മീഡിയ കഴിഞ്ഞിട്ടാ. പിന്നെ ഈ വിഷയത്തിൽ തനിക്കെതിരെ വന്ന ഈ സ്ത്രീ വിഷയം, ഈ പീഡന ആരോപണത്തിൽ ഒരു കഴമ്പുമില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ഈ സെറ്റിൽമെൻറ്റിന് പെപ്പെ നിന്നു? പെപ്പെ എന്തിന് 25 ലക്ഷം രൂപ കൊടുത്തു? പെപ്പെ എന്തുകൊണ്ട് കേസാക്കിയില്ല? സ്വന്തം പേരിലൊരു FIR ഉണ്ടോ ഇല്ലേന്ന് അറിയാൻ വലിയ പണിയൊന്നുമില്ല, മനസ്സിലായി? അതും പെപ്പയെ പോലെ ഒരു സിനിമാക്കാരന് സ്വന്തം പേരിലൊരു FIR വീണിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അയാൾക്കൊക്കെ ലീഗൽ ടീം കാണില്ലേ? ഇല്ലെങ്കിൽ ഏതെങ്കിലും ലീഗൽ ടീമിനെ ഹയർ ചെയ്ത് ചോദിക്കണം. അപ്പോൾ സ്വന്തം പേരിൽ FIR ഇല്ല എന്ന് അറിയുമ്പോൾ ഡെഫിനറ്റ്ലി എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടൊരു കേസിന് പെപ്പെ പോയില്ല? ആ ചോദ്യത്തിനൊക്കെ പെപ്പയ്ക്ക് ഉത്തരം പറയാൻ പറ്റുമോ? അപ്പോൾ ഇതാണ് അതിൻ്റെ തുടക്കം. പെപ്പയുടെ ഈ പറഞ്ഞ സ്ത്രീ വിഷയമാണ് ഇതിൻ്റെ തുടക്കം. ഓക്കെ, ഇതിൻ്റെ നെക്സ്റ്റ് ഫേസാണ് എന്ത്? ഈ പെൺകുട്ടി ഹക്കീമിനെ പോയി കാണുന്നു. ഓക്കെ, ഹക്കീം കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞ് ഡ്രാഫ്റ്റ് കൊടുക്കുന്നു. ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങുന്നു എന്ന് പറയുന്നു. ഇവിടെയാണ് ഹനാൻ ഷാ എന്ന് പറഞ്ഞ ഫാക്ടർ വരുന്നത്. ഞാൻ ഈ ഹനാൻ ഷായോട് ഈ വിഷയത്തിനെ കുറിച്ച് 1.5 മാസം 1 മാസം മുമ്പ് വിളിച്ച് സംസാരിച്ച ഒരാളാണ്. അന്ന് ഞാൻ ഹനാൻ ഷാനോട് പറയുന്നുണ്ട്, ഹനാനെ ഇതിനകത്ത് ഈ കുടുങ്ങും,
കാരണം എൻ്റെ തലയിൽ ഈ സാധനം വരും. ഇനി എന്തിൻ്റെ കാര്യത്തിൽ ചെയ്തതാണെന്നുണ്ടെങ്കിലും മോനെ എൻ്റെ ബ്രാൻഡിലെ ഇവരിത് കൊണ്ടുവന്ന് വെക്കും, ബാക്കിയുള്ളവരൊക്കെ അതിന് എസ്കേപ്പ് ആവും, ഈ ഓടും. ഇത് ഞാൻ ഹനാനോട് അന്ന് പറഞ്ഞ വാക്കാം. ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ ഹനാനോട് ചോദിച്ചു, ഹനാനെ ഞാൻ എന്നോട് അന്ന് പറഞ്ഞതല്ലേ. ഇനി ഈ വിഷയം ഞാൻ എങ്ങനെയാണ് അറിഞ്ഞതെന്ന് വെച്ചാൽ, എന്നോട് ഈ പറഞ്ഞ വിക്ടിം വിനു വിജയ് വഴി ഇന്നെ വിളിച്ച സമയത്ത്, PR വിനു വഴി വിളിച്ച സമയത്ത് പറഞ്ഞത് 25 ലക്ഷം രൂപ ഹക്കീം സെറ്റിൽമെൻറ്റിന് വേണ്ടി ഈ ലേഡിയുടെ പേരും പറഞ്ഞ് മേടിച്ചു. അതിൻ്റെ തെളിവ് പെപ്പയുടെ മാനേജർ ഈ ലേഡിക്ക് കാണിച്ചു കൊടുത്തു. ചേട്ടൻ പോയി ഹക്കീമിനോടൊന്ന് ചോദിക്കുക. ഹക്കീമിനോട് ചോദിച്ചപ്പോൾ അവൻ ഇല്ല 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 ഇല്ല, ഈ വീഡിയോ എടുക്കുന്ന നേരം വരെ ഇല്ല. ഈ വീഡിയോ എടുത്തുകൊണ്ട് ഇനി ഞാൻ വിളിക്കും, അവൻ എന്നോട് ഇല്ല തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇല്ലയെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അന്നും ഇവൻ എന്നോട് ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ ഈ ലേഡിയോട് പറഞ്ഞു ഹക്കീം ഇല്ല എന്നാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണോ ഈ പറഞ്ഞ പെപ്പേൻ്റെ മാനേജർ നിങ്ങൾക്ക് കാണിച്ചു തന്നെന്നുള്ളത് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്ക്. എന്തിനാണ് നിങ്ങൾ ഇതിൻ്റെ പിന്നാലെ പോകണം? നിങ്ങൾ കേസ് കൊടുക്ക്. നിങ്ങളെ ഉപദ്രവിച്ച ഒരു വ്യക്തിയുടെ മാനേജറോടോ അവരായിട്ട് നിങ്ങൾക്ക് എന്തിനു സംസാരിക്കണം? കേസായിട്ട് പോയപ്പോൾ നിങ്ങൾ കേസായിട്ട് പോ. ഇനി 25 ലക്ഷം രൂപ അങ്ങനെ ഒരു സെറ്റിൽമെൻറ്റ് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫേക്ക് കേസ്, ഒരു FIR ഇല്ലാത്തൊരു കേസിൻ്റെ പേരിൽ തനിക്കെതിരെ ഭീഷണിപ്പെടുത്തി 25 ലക്ഷം രൂപ വാങ്ങിയ ഒരാളുടെ പ്രൂഫും കൊണ്ട് പെപ്പയുടെ മാനേജർ പോകേണ്ടത് വിക്ടിമിൻ്റെ അടുത്താണ്. നേരെ പോലീസ് സ്റ്റേഷൻ പോയി കേസ് കൊടുക്കണ്ടേ? അതും അവർ ചെയ്തില്ല. അന്ന് മുതലാണ് ഞാൻ ഇതിനകത്ത് എന്താ നടന്നതെന്നുള്ളത് അന്വേഷിച്ചതും. ഈ വിക്ടിമാണ് എന്നോട് പറഞ്ഞത് ഹനാൻഷയാണ് ഇതിൻ്റെ സെറ്റിൽമെൻറ്റിന് മീഡിയേറ്ററായിട്ട് നിന്നത്. ആ കുട്ടിക്ക് ഇപ്പോഴും ഹനാൻഷാനെ വിശ്വാസമില്ല. ആ കുട്ടി പറയുമ്പോൾ ഹനാൻഷ മേടിച്ചിട്ടുണ്ടാവുമോ, ഹനാൻഷയ്ക്കും കാശ് കിട്ടിയിട്ടുണ്ടാവും. ഇതാണ് ആ കുട്ടിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലരും ഇതിൽ ഹനാൻഷാനെ നല്ല രീതിയിൽ കാശ് കിട്ടിക്കാണും എന്നുള്ളൊരു തോന്നലുണ്ടാവാം. അതിലൊരു തെറ്റും ഞാൻ പറയുന്നില്ല. പക്ഷെ ഹനാനോട് സംസാരിക്കണം, ഹനാൻ്റെ വേർഷൻ നിങ്ങൾ കേൾക്കണം. ഓക്കെ, കാരണം ഞാൻ 3 പ്രാവശ്യം ഹനാനോട് ഈ വിഷയം സംസാരിച്ചത്. 3 വർഷവും ഒരേ കാര്യമാണ് ഹനാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹനാൻ ഷാ എന്ന് പറഞ്ഞ വ്യക്തി ഈ കാട്ടാളൻ സിനിമയിൽ അഭിനയിച്ചതാണ് ഓൻ്റെ ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഒന്നത് തിയേറ്ററിൽ അങ്ങനെയായി, ഓന് കൊടുത്ത ക്യാരക്ടർ ആ വിധത്തിലായിപ്പോയി. സത്യം പറഞ്ഞാൽ അവർ മൊത്തത്തിൽ അവനെ ഉപയോഗിച്ചതാണ്. അത് ഇന്നെങ്കിലും ഹനാൻ ഷാ റിയലൈസ് ചെയ്യണം. ഒന്നെ അവിടെ സിനിമയെ കൊണ്ടുപോയി ഉമ്പിച്ച്, പിന്നെ ആ സെറ്റിലിട്ട് ഈ പരിപാടീനെ ഇടയിലിട്ട് ഉമ്പിച്ച് ഹനാനെ മൊത്തത്തിൽ അവന്മാർ തേച്ചു വിട്ട് ലാസ്റ്റ് അവരൊക്കെ കയ്യും കഴുകി. ഇനി ഹനാൻ ഷാൻ്റെ വിഷയം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഹനാൻ ഷാനോട് ഞാനിത് സംസാരിച്ചപ്പോൾ ഹനാൻ തന്നെ എന്നോട് പറഞ്ഞു, സായി ബ്രോ ഞാൻ പറയുന്ന വേർഷൻ സായി ബ്രോ പുറത്ത് പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല, ഇത് തന്നെയായിരിക്കും ഞാൻ എല്ലായിടത്തും എവിടെയും പറയുന്നത്, ഞാൻ എവിടെയും മാറ്റി പറയില്ല. ഇത് ഹനാൻ എനിക്ക് തന്നൊരു ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഹനാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കാട്ടാളൻ്റെ സെറ്റിൽ ഈ ലേഡി, വിക്ടിമായ ലേഡി പെപ്പയുടെ ഒപ്പം വന്നു പോയത് കണ്ടവരുണ്ട്. ആ ലേഡി അവിടെ സെറ്റിൽ വന്നു പോയിട്ടുണ്ട്. ഹനാനും ആ വിഷയം അറിയാം. ഓക്കെ, അപ്പോൾ ഈ വിക്ടിമായിട്ടുള്ള ലേഡി ഇങ്ങനെ ഒരു അലിഗേഷൻ ഉന്നയിക്കുമ്പോൾ ഹനാൻ അടക്കമുള്ളവർ ആ സെറ്റിലൊരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ ശോകമായിരുന്നു. കാരണം ഒരു സിനിമ വിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ OTTയിൽ അതിൻ്റെ സെയിൽസ് അടക്കം നടക്കണം. തിയേറ്ററിൽ പൊട്ടുകയോ ജയിക്കുകയോ അതൊക്കെ വേറൊരു വേർഷൻ. പക്ഷെ അതിൻ്റെ പ്രീ സെയിൽസ് ആൻഡ് പോസ്റ്റ് സെയിൽസ് ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ അതിലെ നടൻ്റെ വാല്യൂ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ആ സിനിമേൻ്റെ എന്താ പറയുക, ഹീറോ നടൻ ഒരു പീഡന ആരോപണത്തിൽ പെട്ട ഒരാൾ, കേസ് വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് OTT ഏറ്റെടുക്കില്ല. സിനിമ തിയേറ്ററിൽ സക്സസ് ആവുമോ ഇല്ലേന്ന് അറിയാത്ത ഗാംബ്ലിംഗ് അല്ല OTT എന്ന് പറയുന്നത്. OTT എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ്. അതിന് ഡെഫിനറ്റ്ലി പൈസ വരും, പ്രോഫിറ്റ് വരും എന്നറിയാം. ആൻഡ് ആൻ്റണി പെപ്പയ്ക്ക് അത്യാവശ്യം ഈ പറഞ്ഞ OTT വാല്യൂ ഉണ്ട്. അപ്പോൾ അവിടെ ഷെരീഫ് എന്ത് ചെയ്യില്ല, ഒരിക്കലും ഈ വിഷയം കൊണ്ട് അവിടെ ഈ പറഞ്ഞ സിനിമ നിർത്തുകയെ അല്ലെങ്കിൽ അലിഗേഷൻ വന്നോ എന്ന് പറയുകയൊന്നുമില്ല. ഷെരീഫ് ബിസിനസ്മാനാണ്. ഷെരീഫിന് കാശിട്ടാൽ കാശെടുക്കണം. അപ്പോൾ ഷെരീഫിൻ്റെ ബിസിനസ് നടക്കുന്ന സ്ഥലം എന്നൊന്നും എന്ത് ചെയ്യരുത്, ഇത് ബ്ലോക്ക് ആവരുത് ഇവൻ്റെ പെണ്ണ് കേസ് കാരണം പെപ്പേൻ്റെ. ഷെരീഫ് അടക്കമുള്ളവർ അറിഞ്ഞുകൊണ്ട് 25 ലക്ഷം രൂപ ഈ പ്രൊഡക്ഷൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് പെപ്പയുടെ അക്കൗണ്ടിലേക്കോ പെപ്പയുടെ മാനേജറുടെ അക്കൗണ്ടിലേക്കോ മാറ്റിയിട്ടുള്ളത്. അത് അവൻ്റെ റെമ്യൂണറേഷൻ്റെ ഭാഗമായിട്ടുള്ള പൈസ. അത് ഈ പ്രൊഡക്ഷൻ ടീമിന് അറിയാം, നന്നായിട്ട് അറിയാം. ഈ പ്രൊഡക്ഷൻ ടീമും ഈ പറഞ്ഞ ഹനാൻ ഷാ ആൻഡ് ഈ പറഞ്ഞ പെപ്പെ, ഇതിൻ്റെ മാനേജർ, ഇവരെല്ലാവരും ഉള്ളൊരു സിറ്റുവേഷൻ എന്നോട് ഹനാൻ ഷാ പറഞ്ഞ എങ്ങനെ അറിയാം. ഒരു സൈഡിൽ നിന്ന് ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീം ഷെരീഫ് അടക്കമുള്ളവർ, ഒരു സൈഡിൽ നിന്ന് പെപ്പേൻ്റെ മാനേജർ. അണക്ക് മാത്രമല്ലേ ഹനാനെ ഈ പറഞ്ഞ ഹക്കീമിനെ അറിയാം, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫ്രണ്ട്സ് അല്ലേ, ഞങ്ങൾ ആരും വിളിച്ചിട്ടും കോണ്ടാക്ട് ചെയ്തിട്ടും ഈ ഹക്കീം ഫോൺ എടുക്കുന്നില്ല, സംസാരിക്കുന്നില്ല. ഈ വിഷയം ഒന്ന് തീർത്തതാ. സിനിമ എന്നെ വിൽപ്പന നടക്കില്ല, നടനെതിരെ പീഡന പരാതി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ പോരെ. ആ പ്രൊഡ്യൂസറും ഈ ഹനാൻ്റെ തലയിൽ പ്രഷർ ഇട്ടു.
ആൻ്റണി പെപ്പേൻ്റെ മാനേജറും കൊണ്ടുപോയി പ്രഷർ ഇട്ടു. അങ്ങനെ ആകെ മൊത്തം ഈ പ്രഷർ കുടുങ്ങിയ ഹനാൻ എന്താ ഈ സിനിമ നിന്നുവും കോടികൾ അങ്ങോട്ടാവും. ഹനാൻ്റെ ഒരു തോട്ട് അതായിരുന്നു ഇത്രേ. ഹനാൻ പറഞ്ഞു ഞാൻ വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. 5 ലക്ഷം രൂപയിൽ തുടങ്ങിയ നെഗോസിയേഷൻ ആണെന്നാണ് ഹനാൻ പറയുന്നത്. ഓക്കെ, 5 ലക്ഷം രൂപയിൽ. ഈ നെഗോസിയേഷൻ എന്നോട് പറഞ്ഞപ്പോൾ ഹനാൻ പറഞ്ഞത് അത് ഹക്കീമാണെന്നാണ്. പക്ഷെ ഹക്കീം ഇപ്പോൾ വരെ എന്നോട് ഡിനൈ ചെയ്യാണ് ചെയ്തത്. ഹക്കീം ചെയ്തിട്ടില്ല എന്നുള്ളത് ഹനാൻ്റെ വേർഷനാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഹനാൻ പറഞ്ഞത് ഈ പറഞ്ഞ പൈസ 5 ലക്ഷത്തിൽ തുടങ്ങി. 25 ലക്ഷം എന്നുള്ളത് ഹനാന് പിടുത്തണ്ടായിരുന്നില്ല. എടപ്പാളുള്ള ആരെങ്കിലും ഇതിൽ ഇൻവോൾവ് ആവണം. കാരണം എടപ്പാളിലേക്കാണ് ഈ പൈസ എത്തേണ്ടത്. ഓരോ സമയം കഴിയുമ്പോഴത്തേക്കും ഇത് കേസാവും, ന്യൂസാവും, ഇത് ഭയങ്കര സീനാവും എന്നൊക്കെയുള്ള പ്രഷർ കൂടിക്കൂടി ലാസ്റ്റ് പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് 25 ലക്ഷം രൂപ ഈ പറഞ്ഞ പെപ്പയ്ക്കും പെപ്പയുടെ മാനേജർക്കോ ഇവർക്കാർക്കും ആണ് പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് ഈ സാധനം റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനി പ്രൊഡക്ഷൻ ഹൗസിന് എന്തില്ല, ഇതിൽ ഇൻവോൾവ്മെൻ്റ് ഇല്ല. അവർ കൈയഴുകി, ഷെരീഫും ടീമും കൈയഴുകി. പിന്നെ ഉള്ളത് ഇനി ആൻ്റണി പെപ്പെ 25 ലക്ഷം രൂപ എങ്ങനെ വീതിച്ച് ഇവർ എങ്ങനെ കൊടുത്തു എന്നുള്ളത് അനന്തു സുരേഷ് അടുത്തൊരു പോർഷൻ ഞാൻ വീഡിയോ പ്ലേ ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടി കണക്റ്റ് ആവും. ഓക്കെ, അതായത് 25 ലക്ഷം രൂപ പെപ്പെ ഈ വീതിച്ച് കൊടുത്ത, അല്ലെങ്കിൽ ഈ പെപ്പെ ഈ കേസ് സെറ്റിലാക്കാൻ കൊടുത്ത ആ രീതി എങ്ങനെയാണെന്നും ആരിലൂടെയാണെന്നുള്ളത്, അവരെങ്ങനെ ഇതിൽ ഇൻവോൾവ് ആയി എന്നുള്ളത്. അതേപോലെ വായിച്ചു കൊടുക്കുന്നതിനകത്ത് ഒരു അൾട്ടീരിയർ മോട്ടീവും താങ്കൾക്ക് തോന്നിയില്ലേ? ഇല്ല, എനിക്കൊന്നും തോന്നിയില്ല. കാരണം ഞാൻ ഇവനെ വിശ്വസിച്ചിട്ടുണ്ട്. കാരണം ഇവനെ എനിക്ക് മുന്നേ അറിയാമായിരുന്നു. ഇവൻ അങ്ങനെ പൈസ വാങ്ങും, ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ വാങ്ങുമെന്ന് എനിക്കൊരു എന്റെ മൈൻഡിൽ പോലും പോകുന്നില്ല. ഇതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ടുള്ളത് അബ്ദുൽ ഹക്കീമിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഹനാൻ ഷാ. ഈ പൈസ പോയിരിക്കുന്നത് ഈ പറയുന്ന ഹനാൻ ഷായുടെ കൂട്ടുകാരനായിട്ടുള്ള സവാദിന്റെ അക്കൗണ്ടിലേക്ക്. ഹനാൻ ഷാന്റെ ഫ്രണ്ട് അല്ലേ ഈ സവാദ്? അങ്ങനല്ലേ എനിക്ക്? അതെ അല്ലേ? ഒന്ന് പോയിരിക്കുന്നത് 7.5 ലക്ഷം, വീണ്ടും പോയിരിക്കുന്ന ഒരു 7.5 ലക്ഷം, അങ്ങനെ 15 ലക്ഷം. പിന്നെ 10 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു, ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്തു. ഈ പറയുന്ന സവാദിന്റെ കയ്യിൽ ക്യാഷ് ആയിട്ടും കൂടെ കൊടുത്തു. ഈ പോയിരിക്കുന്ന പൈസകളെല്ലാം വൈറ്റ് ആണ്. അതായത് ആന്റണി പെപ്പയുടെ അടുത്തുനിന്ന് 25 ലക്ഷം രൂപ പോയിരിക്കുന്ന വൈറ്റ് മണിയാണ്. പക്ഷെ ഈ പൈസ പിന്നെ എങ്ങോട്ടൊക്കെയോ പോയി. ഇത് ദുബായിലോട്ട് പോയി കുറച്ച് ഫണ്ട്, അത് പോയിരിക്കുന്നത് ഹവാല വഴി. ഇതൊക്കെ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ സത്യങ്ങൾ മാത്രം പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ. സോ സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. ഓക്കെ, അപ്പൊ ഇനിയുള്ള കഥയല്ല, ഹനാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ. ഇങ്ങനെ മാസീവ്ലി പ്രഷറൈസ് ചെയ്യുന്നു ഹനാനെ ആ സെറ്റിലിട്ടിട്ട്. ഹനാൻ ഇതിൽ അഭിനയിക്കാൻ പോയ ഒരാളാണ്. ഹനാൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് ലെവൽ നമുക്കറിയാലോ. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇട്ടിട്ട് ഇവനെ ഈ ഇത് ചെയ്യുക, അത് ചെയ്യുക, ഇല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക എന്ന് പറഞ്ഞ സമയത്ത് ഇവൻ മീഡിയേറ്റർ ആയിട്ട് നിന്നുപോയി. ഇതിനുശേഷം ഇവർക്ക് എടപ്പാളുള്ള ആരെങ്കിലും കിട്ടണം. ആർക്ക്? ഈ സിനിമേൻ്റെ ടീമിന്, അതായത് ആൻ്റണി പെപ്പയ്ക്കും പ്രൊഡക്ഷൻ ടീമിനൊക്കെ എടപ്പാളുള്ള ആരെങ്കിലും. കാരണം എടപ്പാളാണ് ഇതിൻ്റെ സെറ്റിൽമെൻറ്റ് നടത്തേണ്ടത്. എടപ്പാൾ സ്വദേശികളായിട്ടുള്ള ആരെങ്കിലും വേണം. എഗൈൻ മലപ്പുറംകാരനാണ് ഹനാൻ ഷാ. ഹനാനെ ഇവർ വീണ്ടും പ്രഷറൈസ് ചെയ്യുന്നു. ഹനാൻ എടപ്പാൾ ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് പോയി, അങ്ങനെയുള്ള ബന്ധത്തിൻ്റെ മുകളിലുള്ള വ്യക്തിയാണ് ഈ സവാദും സുമേഷും എന്ന് പറഞ്ഞ ആൾക്കാർ. ഓക്കെ, അവരാണ് ഈ ജ്വല്ലറിയുടെ ഓണേഴ്സ്. അവരെ കോണ്ടാക്ട് ചെയ്യുന്നു. ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. ഹനാൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഈ സുമേഷിനോ സവാദിനോ അല്ലെങ്കിൽ ഹനാനോ ഇത് 7.5 ലക്ഷം 15 ലക്ഷം വരുന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്നാണ് അവർ പറയുന്നത്. 5 ലക്ഷത്തിൽ തുടങ്ങിയ നെഗോസിയേഷനാണ്, 5 ലക്ഷം ആദ്യം പറഞ്ഞു തുടങ്ങിയ നെഗോസിയേഷനാണെന്നാണ് ഹനാൻ പറഞ്ഞത്. അക്കൗണ്ടിലേക്ക് പൈസ, ഇവൻ അക്കൗണ്ട് നമ്പർ വാങ്ങുന്നു. അത് പെപ്പയുടെ മാനേജറോ അല്ലെങ്കിൽ പെപ്പയോ ഇതിലാരോ ആണ് ആ അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ടുള്ളത്. അതൊക്കെ ഇനി പോലീസ് കേസാണെങ്കിൽ അന്വേഷിച്ചോട്ടെ. അപ്പം എന്താണെങ്കിലും ആ അക്കൗണ്ടിലേക്ക് പൈസ ഇടുന്നു. 7 ലക്ഷം ഈ പറഞ്ഞ സവാദിനും സുമേഷിനും പോകുന്നു. ഈ ഹനാൻ ഷാനെ മാത്രം വിശ്വസിച്ച് വന്ന 2 വ്യക്തികളല്ലേ ഈ സവാദും സുമേഷും. അതാണ് ഹനാൻ്റെ റിഗ്രറ്റും. അതാണ് ഹനാൻ ഷാനെ മാത്രം വിശ്വസിച്ച് വന്ന 2 വ്യക്തികളാണ്. അവരിപ്പോൾ ഹവാല ഇടപാടിൻ്റെ ആൾക്കാരായി. അവരിപ്പോൾ ഇതിൽ മറ്റേ പെണ്ണ് കേസ് ഒതുക്കി തീർത്തവരായി. എൻ്റെ കാസറ്റ് ഹക്കീമിൻ്റെ ചങ്ക് ഫ്രണ്ട്സായി. ഒരു കച്ചവടം നടത്തി കൊണ്ടുപോകുന്ന 2 ആൾക്കാരാണ്. ഹനാൻ ഷാൻ്റെ വാക്കിൻ്റെ മുകളിലാണ് ഇവർ ഈ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുക്കുന്നത്. വന്ന ക്യാഷ് ഇനി എടപ്പാൾ ഈ 7.5 ലക്ഷം റുപ്യ വന്നല്ലോ ഇവർ 2 പേരുടെ അക്കൗണ്ടിലേക്ക്. ഇത് എടപ്പാൾ ഒരു ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതൊരു കാറ് വന്നിട്ട് ആ കാറിൽ അതിലേക്ക് കൊടുത്തു, അവരത് കൊണ്ടുപോയി. ഇതൊക്കെ പോലീസ് അന്വേഷിക്കണം. CCTV സാധനങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചാലും കിട്ടും, നമ്മൾ അന്വേഷിച്ചാലും കിട്ടും, പോലീസ് അന്വേഷിച്ചാലും കിട്ടും. അപ്പോൾ അത് പോലീസ് അന്വേഷിക്കണം. ഓക്കെ, അതിൻ്റെ CCTV വിഷ്വൽസും കാര്യങ്ങളും എടുത്താൽ വന്ന കാർ ഏതാ,
വന്ന ആളുകൾ ഏതാ, ഈ 15 ലക്ഷം രൂപ എങ്ങോട്ട് പോയി എന്നുള്ളതിൻ്റെയൊക്കെ ഫ്ലോ കിട്ടുമല്ലോ. ഇനി ഇതൊന്നും അല്ലാത്തൊരു സിനിമാറ്റിക് സാധനം ഞാൻ അതിൽ പറഞ്ഞുതരാം. ഒരു 10 ലക്ഷം രൂപ അനന്ത് പറയുന്നുണ്ട് വിഡ്രോ ചെയ്ത് ക്യാഷ് ആക്കിയ 10 ലക്ഷം. ഈ ക്യാഷ് ആക്കിയ 10 ലക്ഷം എടപ്പാൾ ഒരു പാലത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുക. അത്ര ഇത് സിനിമാ കഥയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. എടപ്പാൾ ഒരു പാലത്തിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു. ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഇതെടുത്തിട്ട് പോയി. എന്തൊക്കെയാണ് നമ്മളെ ചുറ്റുപാട് നടക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എടപ്പാൾ ഒരു പാലത്തിൻ്റെ മുകളിൽ 10 ലക്ഷം വെക്കുന്നു, അത് വന്ന് കുറച്ച് പേര് എടുത്തുകൊണ്ട് പോകുന്നു. ഓക്കെ, എഗെയിൻ പോലീസ് അന്വേഷിക്കട്ടെ, കേസാവണം. ഞാൻ പറയുമ്പോൾ ഇതിൽ ഹനാൻ ഷാനെ ഇവർ ഇൻവോൾവ് ആക്കി, ഇതിൻ്റെ ഭാഗമാക്കി ലാസ്റ്റ് ഹനാൻ ഷാൻ്റെ ക്രെഡിബിലിറ്റി പോകുന്ന രീതിയിൽ ഹനാൻ ഷാ ഇതിൽ ഒരു കേസ് സെറ്റിലാക്കാൻ നടന്നവൻ എന്നുള്ള പേരിലേക്കും ഹനാൻ ഷാ പൈസ അടിച്ചു മാറ്റിയോ എന്നുള്ള പേരിലേക്ക് വരെ ഹനാൻ ഷാനെ ഇതിലെന്ത് ചെയ്തു. ഇപ്പം ഹനാൻ ഷാൻ്റെ പേര് ഇതിൽ ഏറ്റവും കൂടുതൽ മുഴച്ചേക്കുന്നത് ഇപ്പോൾ ഹനാൻ ഷാൻ്റെ പേരാണ്. ഒരു പെണ്ണ് കേസ് സെറ്റിലാക്കാൻ പൈസ കൊടുത്ത ആൻ്റണി പെപ്പെ സീനിലില്ല. ഒരു അലിഗേഷൻ ഉന്നയിച്ച, ഒരു FIR പോലും ഇല്ലാതെ ഒരു അലിഗേഷൻ ഉന്നയിച്ച ഒരു ലേഡി അവരുടെ കേസ് ഈ വിഷയത്തിലില്ല. ഈ 2 സാധനം ഇതിലില്ല. ഓക്കെ, ഇതിലുള്ളത് പൈസ മേടിച്ചു എന്ന് പറയുന്ന ഹക്കീമിന് മീഡിയേറ്റർ ആയിട്ട് നിന്ന ഹനാൻ ഷാ എന്നാണ്. ഞാൻ പറയുമ്പോൾ ഇപ്പം ഇതിൽ എല്ലാവരെയും കൊണ്ടുപോവാ. ഹനാൻ ഷാ അടക്കമുള്ളവർ കേസിന് പോകും. ഹനാൻ ഷായുടെ കയ്യിലുള്ള തെളിവും ഹനാൻ ഷായുടെ കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റും പോലീസിന് കൊടുക്കുക, ഫ്രണ്ട്സിൻ്റെയും പോലീസിന് കൊടുക്കുക. ആൻ്റണി പെപ്പയും പെപ്പേൻ്റെ മാനേജറും കേസിന് പോകും. ഒരു അലിഗേഷൻ്റെ മുകളിൽ നിങ്ങൾക്കെതിരെ ചുമ്മാ ഒരു ഇങ്ങനത്തെ ഒരു സാധനം പടച്ചു വിട്ടു, നിങ്ങളെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റി, നിങ്ങൾ കേസിന് പോകും. അതുപോലെ എൻ്റെ കാസറ്റ് ഹക്കീം പൈസ മേടിച്ചിട്ടില്ല, എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടില്ല, എൻ്റെ ഉപ്പയാണ് ഉമ്മയാണ് എൻ്റെ വീട്ടുകാരാണ് സത്യം, 1 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല എന്ന് പറയുന്ന ഹക്കീം. എന്നാൽ പിന്നെ ഈ കാശ് ഹക്കീമിൻ്റെ പേരിൽ ആരടിച്ചു മാറ്റി എന്നുള്ളത് ഹക്കീം തെളിയിക്കും. ഹക്കീമിൻ്റെ പേരിൽ ആര് ഈ കാശ് അടിച്ചു മാറ്റി, ഈ പൈസ എവിടുന്ന് ഹക്കീമിൻ്റെ പേരിൽ ഈ പൈസ ആര് കൊണ്ടുപോയി, ഹനാനെ അടക്കം ഇതിൽ മീഡിയേറ്റർ നിർത്തി ഹക്കീമിൻ്റെ പേരിൽ ആരാണ് ഈ കാശ് അടിച്ചു മാറ്റി, അത് ഹക്കീമും തെളിയിക്കണം. അതിനുവേണ്ടി ഹക്കീമും കേസിന് പോകും. ഗൾഫിലാണെങ്കിൽ ഹക്കീമിനും കേസ് കൊടുക്കാമല്ലോ. ഇവിടെ നിയമമുണ്ട്, കോടതിയുണ്ട്, പോലീസുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു നിയമവും കോടതിയും പോലീസും ആവാൻ നമ്മൾ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഇവിടെ നിങ്ങൾ ഇന്ന കാറിലെ കോടതി, കാറിലെ മറ്റേ ജഡ്ജ് എന്നൊക്കെ പറയുള്ളൂ. ഞാൻ ഇന്നേ വരെ യൂട്യൂബ് റവന്യൂ അല്ലാതെ ഏതോ പൊട്ടും പൊടിയായിട്ടൊരു 10 പ്രൊമോഷന് താഴെ ഇത്രയും ഈ 3-4 കൊല്ലത്തിനിടയിൽ ആകെ ചെയ്തിട്ടുണ്ടാവുക. അതും വലിയ എമൗണ്ടും ഇല്ല, 5000, 10,000, 20,000 ഒക്കെ പറഞ്ഞ എന്തെങ്കിലും സാധനം അങ്ങോട്ട് കയ്യിൽ നിന്ന് കാശ് പോവുക, അല്ലെങ്കിൽ യൂട്യൂബ് റവന്യൂ വാങ്ങിയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യാന്നല്ലാതെ എൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് അതാ. ഞാൻ ഇന്നേ വരെ ഒരു പൈസ സെറ്റിൽമെൻറ്റ് ഞാൻ നിന്നിട്ടില്ല ഒരാളോട്. എത്ര ഓഫർ വരാറുണ്ട്. പൊന്മുട്ട ഇടുന്ന താറാവിനെ ആരെങ്കിലും കൊന്നു കളയൂടെ. എനിക്ക് എൻ്റെ യൂട്യൂബ് അതാണ്. എൻ്റെ ക്രെഡിബിലിറ്റി ദാറ്റ് സ്പീക്സ്. അതാണ് ആളുകൾക്ക് എന്നോടുള്ളൊരു ട്രസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എനിക്ക് നിങ്ങളോടും അതാ പറയാനുള്ളത്. നിങ്ങളുടെ എതിരെയൊക്കെ ചോദ്യചിഹ്നവും ക്വസ്റ്റ്യൻ മാർക്കും കാശ് മേടിച്ചതിൻ്റെ ആരോപണവും ഒത്തുതീർപ്പിൻ്റെ ആരോപണം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ റീച്ചൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഹനാൻ ഷാ പറഞ്ഞ കാര്യങ്ങളാണ് ഇത് എന്നോട്. ഇത്രയും വിഷയങ്ങൾ പോലീസ് അന്വേഷിക്കട്ടെ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കണം. ആൻഡ് ഈ വിഷയത്തിൽ ഞാൻ പറയുമ്പോൾ ഹനാൻ ഷാണ് ആദ്യം കേസ് കൊടുക്കുന്നത്. ഹനാൻ ഷാൻ്റെ ക്രെഡിബിലിറ്റിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത്. ഹനാൻ ഷായുടെ ടാഗ്, ഹനാൻ ഷായുടെ പേര്, ഹനാൻ ഷായുടെ മുഖം എല്ലാം ഹനാൻ ഷാണ്. ഹനാൻ ഷാ കൊണ്ടുപോയി കേസ് കൊടുക്കണം. കൃത്യമായി ഹനാൻ ഷാ കേസ് കൊടുത്താൽ മതി. അതൊന്ന്. പിന്നെ ഇത്രയും സീരിയസ് അലിഗേഷൻ ഈ ലേഡിയെ ഞാൻ ഇന്ന് കോണ്ടാക്ട് ചെയ്യുമ്പോഴും അവർ പറയുന്നത് എന്താ, അവർക്കിതിൽ കേസുമായിട്ട് മുന്നോട്ട് പോകണ്ട, അല്ലെങ്കിൽ കേസ് FIR ഇട്ടിട്ടില്ല. മുന്നോട്ട് പോകണ്ടെന്ന് പറയില്ല, കേസായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് പറഞ്ഞത്. പക്ഷേ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ അവരുടെ എഫേർട്ടില്ല അവർക്ക്. അവർ ഒരു രീതിയിലും ഇതിൻ്റെ FIRൻ്റെ പിന്നാലെ പോകുന്നില്ല. പോയത് ഇപ്പോഴാണ് അവർക്കൊരു അക്നോളജ്മെൻറ്റ് കിട്ടുന്നത്, അന്വേഷിക്കാമെന്ന്. അതിലെന്ത് കാര്യം? ഇത്രയും സംഗതികൾ ഇവിടെ നടന്നു, സെറ്റിൽമെൻറ്റ് വരെ നടന്നു എന്നാണ് ഇവിടെ ആരോപണങ്ങളുള്ളത്. പോലീസ് നാളെ നിങ്ങൾക്കെതിരെയുള്ള ഈ പീഡന പരാതി അന്വേഷിക്കണോ, അതോ ഈ പൈസ സെറ്റിൽമെൻറ്റിൻ്റെ കാര്യം അന്വേഷിക്കണോ? പോലീസ് എന്ത് അന്വേഷിക്കണം? ഇനിയെങ്കിലും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ ഒരു കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ കേസാക്ക്. പോയിട്ട് നിങ്ങൾക്കൊരു വിഷയം ഉണ്ടെങ്കിൽ അത് കേസാക്ക്. ആദ്യം നിങ്ങൾ കോടതിയിലും പോലീസിലും ഒരു വിശ്വാസം വെക്കുക. എന്നിട്ട് മതി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ കോടതികളിലേക്കും ഈ പറഞ്ഞ ഞങ്ങളുടെ അടുത്തേക്കൊക്കെ നിങ്ങൾക്ക് വരാൻ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നാൽ മതി. ഇപ്പം എൻ്റെ അടുത്തൊക്കെ വന്നാൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയാറുണ്ട്,
നിങ്ങൾ പോയി കേസ് കൊടുക്കുക, FIR ഉണ്ടെങ്കിൽ വാ. പലരും ആ കാരണം കൊണ്ട് എന്നോട് തെറ്റിപ്പോയിട്ടുമുണ്ട്. നീ ഇത്രയും പറയുന്നതല്ല, നിനക്ക് FIR സാധനവും ഇല്ലാതെ ഞാൻ എന്ത് പറയും? വെറുതെ ഒരാൾക്കെതിരെ വന്നിരുന്ന് പറയാൻ പറ്റും? ഇത് പ്രാന്താ? കേസ് വേണ്ടേ? കേസ് വേണം. അല്ലെങ്കിൽ ഹിയർസേ അലിഗേഷൻ പറയാം, അത്രയും സോളിഡ് പ്രൂഫുകൾ വേണം. എന്നാൽ കേസായ ഈ പ്രൂഫുകൾ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാം. മനസ്സിലായി? അതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അവിടെ പൈസ കൊടുത്ത് ഇത് സെറ്റിലാക്കിയ ഈ പെപ്പെ ഇതിൽ കേസ് കൊടുക്കണം. മീഡിയേറ്റർ നിന്നു എന്ന് പറഞ്ഞ് ഹനാൻ ഷാക്കെതിരെ വന്ന ആരോപണങ്ങൾക്ക് ഹനാൻ ഷാ കേസ് കൊടുക്കണം. പൈസ മേടിച്ചു എന്ന് പറയപ്പെടുന്ന ഹക്കീമിൻ്റെ പേരിൽ ഒരു എക്സ്ട്രോഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഹക്കീമും കേസ് കൊടുക്കണം. പിന്നെ ഈ വിക്ടിം, നിങ്ങളാണ് മാഡം ഇതിൽ ഇറങ്ങി വന്ന് ഇതിന് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഒരു ടീം പൈസ തട്ടിക്കുന്ന രീതിയിലൊരു പരിപാടി കാണിച്ച് നിങ്ങളെ ഉപദ്രവിച്ചാൽ പൈസയും കൊടുത്ത് നിങ്ങൾ അവസാനം ലാസ്റ്റ് എന്തായി? അപ്പം നിങ്ങൾ കേസ് കൊടുക്കണം. അല്ലാതെ ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു ഈഗോ തീർക്കാനോ അല്ലെങ്കിൽ ഒരു തരം എന്താ പറയുക തമ്മിലുള്ള വിഷയം തീർക്കാനുള്ള ഒരു കോണ്ടന്റ് ആയിട്ട് പോകരുത്. നാളെ ഇതേപോലെ സെറ്റിൽമെൻറ്റ്സ് നടക്കരുത്. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലായില്ലേ? നാളെ ഇതേപോലുള്ള സെറ്റിൽമെൻറ്റ്സ് വേണ്ട. സെറ്റിൽമെൻറ്റ്സ് ഒക്കെ ഇഷ്ടംപോലെ ഈ ഒരു എന്താ പറയുക നമ്മളെ ചുറ്റുപാടിൽ നടക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ഒന്നും വേണ്ട. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് തന്നെ ഇവിടെ കേരളത്തിലെ പ്രമുഖമായ പല ന്യൂസ് ചാനലുകളിലും, ഞാൻ എല്ലാം എന്ന് പറയുന്നില്ല, പല ന്യൂസ് ചാനലുകളിലും ഇതേപോലുള്ള സെറ്റിൽമെൻറ്റ്സ് കോടിക്കണക്കിന് രൂപേനെ നടക്കുന്നുണ്ട്. ഇപ്പോഴും രാഷ്ട്രീയപരമായിട്ടൊക്കെ പല അലിഗേഷൻസിലും സെറ്റിൽമെൻറ്റ്സ് ആണ്. എന്തൊരു പോലീസുകാരിൽ തന്നെ ചില ഉദ്യോഗസ്ഥർ സെറ്റിൽമെൻറ്റ്സ് നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഡേഞ്ചറാണ്. കാരണം സോഷ്യൽ മീഡിയയ്ക്ക് ഒരു ട്രസ്റ്റ് കൂടുതലുണ്ട്, ഒരു വിശ്വാസ്യത കൂടുതലുണ്ട്, ബാക്കിയുള്ളതിനെ പോലെയല്ല. അപ്പോൾ ഒരാൾ ഇതേപോലുള്ള സാധനം ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവരുടെ ട്രസ്റ്റൊക്കെ വന്നൊരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുക. ഞാൻ നിങ്ങളോട് ഡെഫിനറ്റ്ലി പറയുന്നു, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു പൈസയും വാങ്ങാതെയാണ് ഇത്രയും കാലം ഈ പണി ചെയ്തിട്ടുള്ളത്, ഈ പരിപാടി ചെയ്തിട്ടുള്ളത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ കൃത്യമായി നിങ്ങളുടെ മുന്നിൽ വന്ന് പറയാറുണ്ട്. ഓക്കെ, ഇന്നും ഞാൻ പറഞ്ഞല്ലോ, ഹനാൻ എന്നോട് പറഞ്ഞതും ഈ വിക്ടിം എന്നെ വിളിച്ച് പറഞ്ഞതും ഹക്കീം എന്നോട് ഹക്കീം ഇപ്പോൾ സംസാരിച്ചപ്പോൾ പോലും എന്നോട് പറഞ്ഞു, ഇനി ഇത് കഴിഞ്ഞിട്ട് അവനെ വിളിക്കണമെങ്കിൽ വീഡിയോ വേണ്ടി അവനെ വിളിച്ച് ഒന്നും കൂടി ചോദിക്കും. കാരണം ഇത് കണ്ടിന്യൂസ്ലി ചോദിക്കുമ്പോൾ ഹക്കീം ഇല്ല എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഹക്കീം കേസ് കൊടുക്കട്ടെ. ഹക്കീമിന് അനന്തുവിനെതിരെ കേസ് കൊടുക്കാമല്ലോ. അനന്തു ആണല്ലോ ഈ ഒരു ക്ലെയിം പറഞ്ഞത്. ആൻഡ് അനന്തു ഈസ് ടെല്ലിങ് മീ ഹീ ഹാവ് എൻ നമ്പർ ഓഫ് പ്രൂഫ്സ്. ഒരുപാട് പ്രൂഫ് ഉണ്ടെന്നാണ് അനന്തു പറയുന്നത്. ഈവൻ ഞാൻ പറഞ്ഞല്ലോ, ഈ വിക്ടിം എന്തുകൊണ്ട് ഇങ്ങനെ ബാക്ക് ഔട്ട് ചെയ്യുന്നു എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. ഞാൻ വിക്ടിമിനോടൊന്ന് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ഈ ബാക്ക് ഔട്ട് ചെയ്യുന്നു? വൈ യു ആർ നോട്ട് ഫോഴ്സിങ്? എന്തുകൊണ്ട് സിസ്റ്റത്തിനെ ഫോഴ്സ് ചെയ്യുന്നില്ല കേസ് എടുക്കാൻ? ഇഫ് യു ഡോണ്ട് ഹാവ് ഇനഫ് എവിഡൻസ്. എൻ്റെ കാസറ്റിനുള്ള കൈ കൊണ്ടിട്ട് കുറേ ചാറ്റും സാധനം നിങ്ങൾ കൊടുത്തല്ലോ. ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു കോടതി പോലെ ആകുമ്പോൾ അവിടെ നിൽക്കും. എന്താ കോടതി പോയത് പൊട്ടിപ്പോവും? ഐ ഡൗട്ട്. സോ ഞാൻ പറഞ്ഞു, ഇതിലൊരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ ഇപ്പോൾ തൂഫാൻ പോലെ സോഷ്യൽ മീഡിയ ക്ലീൻ ആക്കാനും കൂടി ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി ഒരു സൈബർ തൂഫാൻ എന്ന് പറഞ്ഞ സാധനം ഇറക്കേണ്ടി വരും. അല്ലാതെ ഇതൊന്നും മാറാൻ പോണില്ല.